SSLC +2 പരീക്ഷയ്ക്കു ശേഷം കോഴ്സുകൾ ഏത് തിരഞ്ഞെടുക്കണമെന്ന് കേരളത്തിൽ ചൂടേറിയ ചർച്ച നടക്കാൻ പോകുന്ന സമയമാണിത്. പലപ്പോഴും ഈ സമയത്ത് വരുത്തുന്ന പ്രധാനപ്പെട്ട 4 മിസ്റ്റേക്കുകളുണ്ട്. അവകൾ ഒന്നാമത്തേതായിട്ട് പലപ്പോഴും കൂട്ടുകാർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളായി നമ്മൾ മാറാറുണ്ട്. കൂടെ പഠിച്ച ആളുകളോ അല്ലെങ്കിൽ നമ്മുടെ അവൻ പഠിക്കുന്ന കോഴ്സ്, അവൾ പോകുന്ന സ്കൂള്, അവനെ കാണാനുള്ള സ്കൂള് എന്ന രൂപത്തിലൊക്കെ പലപ്പോഴും SSLCക്ക് ശേഷം +2 പോകുന്ന ആളുകളും +2 ശേഷം ഡിഗ്രിക്ക് പോകുന്ന ആളുകളുണ്ട്. ഇത് രണ്ടാമത്തേതായിട്ട് പാരൻസിന്റെ, രക്ഷിതാക്കളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പലപ്പോഴും കുട്ടികൾ ചില കോഴ്സുകൾ എടുക്കേണ്ടുന്ന അവസ്ഥ വരാറുണ്ട്. ഇതും നമുക്കൊരു അപകടത്തിലേക്ക് എത്തുന്ന കാര്യമാണ്. ഈ 2 കാര്യവും ഒന്നാവാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇനി പറയുന്ന മൂന്നാമത്തെ പോയിന്റാണ്, സ്വന്തമായ ലക്ഷ്യമില്ലായ്മ എന്നുള്ളതാണ്. സ്വന്തം ലക്ഷ്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അത്തരത്തിൽ കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് 0 ആയിരിക്കും.